പതിറ്റാണ്ടുകളായുള്ള ഒരു ജനതയുടെ സ്വപ്നത്തെ, അവരുടെ ഏറ്റവും വലിയ ആവശ്യത്തെ, അവരുടെ ലക്ഷ്യത്തെയൊക്കെ വളരെയധികം ഒത്തൊരുമയോടെ നിന്ന് അവരോടൊപ്പം അവർക്ക് നൽകിയ വാക്ക് പാലിച്ചുകൊണ്ട് നടപ്പിലാക്കി കൊടുത്ത ഇടത് സർക്കാരിൻ്റെ ഏറ്റവും വലിയ വികസന മുഖമായി ഏറ്റവും വലിയ സന്തോഷത്തോടെ ഈ അടുത്ത കാലത്ത് ഉയർത്തിക്കാട്ടിയ ഒന്നാണ് പെരുമ്പളം പാലം. ആ പെരുമ്പളം പാലത്തു നിന്നുമാണ് മനു, അതിനൊപ്പം തന്നെ ഷാജഹാനും ഈ ഒരു വോട്ട് പ്രദക്ഷിണവുമായി നമ്മളോടൊപ്പം ചേരുന്നത്. മനു, ഗുഡ് മോർണിംഗ്. ഞാനിങ്ങനെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ മനു വോട്ട് പ്രദക്ഷിണവുമായി എത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പ്രേക്ഷകരോട് പറയുകയായിരുന്നു, ഈ പെരുമ്പളം പാലം എന്നറിഞ്ഞപ്പോൾ അത് നമുക്കറിയാം അത്രയധികം സന്തോഷത്തോടു കൂടി നമ്മൾ കണ്ട ഒരു ഉദ്ഘാടനം വേറെ ഉണ്ടാവില്ല. കാരണം അത്രയധികം കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു പതിറ്റാണ്ടുകളായുള്ള സ്വപ്നം സാക്ഷാത്കരിച്ച് സർക്കാർ അവർക്ക് കൊടുത്ത ആ ഒരു സമ്മാനം. അപ്പോൾ അവിടെ നിന്നുമാണ് ഇതാ വോട്ട് പ്രദർശനവുമായി വീണ്ടും നമ്മളോടൊപ്പം എത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അവിടെ നിന്നും ആരംഭിക്കുകയാണല്ലേ? ഓടിത്തുടങ്ങുന്നത് പെരുമ്പളം പാലത്തിൽ നിന്നുമാണ്. ദൃശ്യം, യെസ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വോട്ട് പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. ഞങ്ങൾ പെരുമ്പളം പാലത്തിലൂടെ ഒരു മോർണിംഗ് വാക്കാണ് രാവിലെ. കാരണം ഇത്രയും കാലം ഇതിൽ നടക്കാൻ പറ്റില്ലായിരുന്നല്ലോ, വള്ളം പിടിച്ച് പോകണമായിരുന്നു. ഷൈജേട്ടൊക്കെ പണ്ട് വള്ളം പിടിച്ച് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്, തള്ളുന്നുണ്ടായിരുന്നു രാവിലെ ഇവിടെ വന്നിട്ട് എങ്കാറ് പിടിച്ച്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളിതാ ഈ വേമ്പനാട്ട് കായലിന് കുറുകെ, നമ്മുടെ ഈ കായലിന് കുറുകെ ഇങ്ങനെ ഒരു 1.15 കിലോമീറ്റർ നീളമുള്ളൊരു പാലം, ആ പാലത്തിലൂടെ ഇങ്ങനെ മോർണിംഗ് വാക്ക് നടക്കുകയാണ്. വളരെ രസമാണ്, നല്ല ഭംഗിയുള്ള ഒരു പാലവും അതിൻ്റെ അന്തരീക്ഷവും ഒക്കെ. ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാലം വന്നതോടുകൂടി ഷൈജേട്ടാ ഈ നാടിന്റെ ഒരു അതെ മുഖം മുഴുവൻ മാറിയിരിക്കുന്നു അല്ലേ? അതിപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി കണ്ടില്ല, എന്നാൽ തിരക്ക്, അതിലൂടെ വണ്ടി നമുക്ക് പോകാൻ പറ്റാത്ത തരത്തിൽ തിരക്ക്. ഇവിടെ തൊട്ട് അവിടം വരെ റോഡില് ആലപ്പുഴ ജില്ലയിലുള്ള ആളുകളല്ല വരുന്നത്, പുറത്തുനിന്നൊക്കെ ആൾ, പാലക്കാട് കോഴിക്കോട് നിന്നൊക്കെ ആൾക്കാർ പാലം കാണാൻ, താജ്മഹൽ കാണാനായിട്ട് നമ്മൾ ഈ ആഗ്രയിലോട്ട് പോകുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ. അതായത് ഗതാഗതം മാത്രമല്ല കേട്ടോ, ഈ നാടിന് അതായത് ഒരു ടൂറിസം കേന്ദ്രം കൂടിയായി മാറുകയാണ്. ഇപ്പോൾ ഷൈജേട്ടൻ പറഞ്ഞ കറക്റ്റാ. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഈ പാലത്തിൽ നിൽക്കാനിടയിലായിരുന്നു, അത്രമാത്രം ആൾക്കൂട്ടമായിരുന്നു. പണ്ട് നമ്മൾ പെരുമ്പളം എന്ന് പറയുമ്പോൾ ജങ്കാറിന്റെ സമയം നോക്കി ഉറങ്ങുകയും ജീവിക്കുകയും ചെയ്തൊരു നാടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. സെക്കൻഡ് ഷോ സിനിമ കാണാൻ അവർക്ക് രാത്രിയിൽ പുറത്തു പോകാം, ഏത് സമയവും അവർക്ക് പുറത്തോട്ട് ഇറങ്ങി നടക്കാം. അങ്ങനെ അവർ പുറം ലോകവുമായി വെൽ കണക്റ്റഡ് ആയിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇന്നലെ രാത്രി മുഴുവൻ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങനെ പാലം കാണാനായി വരുന്നു. അവരുടെ ഒരു സന്തോഷം, ഈ പാലം കാണുന്നതിൻ്റെ ഒരു സന്തോഷം. അത് മാത്രമല്ല, ഇപ്പോൾ ഈ പാലം ഇറങ്ങുമ്പോൾ കൊച്ചു കൊച്ചു കടകളൊക്കെ വന്ന് നാട്ടിലൊരു അവരുടെ ജീവിതസാരി മാറുന്നു. അതെ അതെ, അത് കറക്റ്റാണ്, സ്ഥലത്തിന് വില മാറുന്നു. ഇപ്പൊ 2-3 ലക്ഷത്തിലേക്കൊക്കെ മാറി എന്നാണ് കേൾക്കുന്നത്. അതിലൊക്കെ മുകളിൽ പോയി. അപ്പൊ 5 സെന്റ് മേടിക്കുന്നുണ്ടോ? പക്ഷെ എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ വളരെ വില കുറച്ച് സ്ഥലം കിട്ടുമായിരുന്നു. പക്ഷെ ഈ പെരുമ്പളംകാർ പക്ഷെ അന്നെന്ന് വെച്ചാൽ അവർ സമയം നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ്. ബോട്ടിന്റെ സമയം അനുസരിച്ചാണ് അവരുടെ ജീവിത രീതി. പക്ഷെ ഇപ്പൊ ആ സമയം ഇപ്പോൾ അവരുടെ സമയത്തിന് അവർക്ക്, അതാണ് അതിന്റെ കാര്യം. പണ്ട് ബോട്ട് വരുന്ന സമയം നോക്കി വേണം പുറത്തോട്ട് പോകാൻ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, അവരുടെ സമയത്തിന് അവർക്ക് ഇറങ്ങി നടക്കാം. വേറൊരു കാര്യം കൂടി പറയാം, എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നിയ കാര്യമാണ്. സാധാരണ നമ്മൾ ഈ ട്രാഫിക് ബ്ലോക്കിനെ വലിയ തോതിൽ നമുക്ക് ഇഷ്ടമില്ലല്ലോ, സമയം കൊല്ലിയാണല്ലോ ബ്ലോക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇന്നലെ ഞാനിവിടെ വന്നപ്പോൾ പെരുമ്പളത്തെത്തിയപ്പോൾ അവരിങ്ങനെ കൗതുകത്തോടെ നോക്കുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ ട്രാഫിക് ബ്ലോക്കോ? കാരണം ഈ പാലം കയറി വണ്ടികളെല്ലാം ഇപ്പൊ ദ്വീപിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാലം കാണാനും ദ്വീപ് കാണാനും ഇപ്പൊ തിരക്കാണ്. ഇതിന്റെ കിഴക്കേക്കര എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ, എറണാകുളമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, കോട്ടയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ 3 ജില്ലകളുടെ നടുക്കാണ് ഈ സംഭവം. അതായത് ഒരു ഭാഗത്ത് കോട്ടയം, ഒരു ഭാഗത്ത് എറണാകുളം, ഒരു ഭാഗത്ത് ആലപ്പുഴ, അങ്ങനെ 3 ജില്ലകളെ കണക്ട് ചെയ്യുന്ന ഒരു പാലം. അപ്പോൾ അതിന്റെ ഒരു സന്തോഷമാണെങ്കിൽ നമുക്ക് കാണാനുള്ളത്. ഞങ്ങൾ ഇപ്പോൾ ഇതാ ഈ മോർണിംഗ് വാക്ക് നടത്തി ഇവിടെ നിൽക്കുന്ന നമ്മുടെ ചേട്ടന്മാരൊക്കെ ഒരുപാട് ആൾക്കാർ അതെല്ലാവരും 1.5 കിലോമീറ്റർ പാലമല്ല, അപ്പൊ ക്ഷീണിക്കാണ്ടിരിക്കും നടക്കുമ്പോൾ അല്ലേ? ചേട്ടാ, എന്താണ് പേര്? സജിമോൻ. എങ്ങനെയുണ്ട് നിങ്ങളുടെ പാലം? അടിപൊളി അടിപൊളി. ഈ പാലം വരുന്നതിന് മുമ്പ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അന്ന് എങ്ങനെയായിരുന്നു യാത്ര? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വള്ളത്തിൽ ബോട്ടിന്റെ സമയത്തിനനുസരിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ പെട്ടുപോകല്ലേ, നമ്മളവിടെ ബോട്ട് കെട്ടി കിടന്നൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. അതായത് ഒന്ന് ഓർത്ത് നോക്കൂ, രാത്രി വൈകി വന്നാൽ തീർന്നു. ബോട്ട് പോയി കഴിഞ്ഞാൽ എത്ര അവസാനം ബോട്ട് 9:30. മനു വേറെ ഉണ്ട്, ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരേ ഉള്ളൂ വീട്. ഒന്ന് വിളിച്ചാൽ കേൾക്കും, പക്ഷെ ചെല്ലാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ചാടി നീന്തേണ്ടി വരും. അപ്പോൾ ഇവരൊക്കെ ബോട്ട് ചെട്ടിയിൽ കിടന്ന് ഉറങ്ങിയ അനുഭവമുള്ള ആൾക്കാരാണ്. ഇപ്പോ രാത്രി 2 മണിക്കോ 3 മണിക്കോ എപ്പോ വേണം കയറി എപ്പോ വേണേലും വരാം. പാലം കാണാൻ പല നാടുകളിൽ നിന്ന് ആളുകൾ വരും, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ പെരുമ്പളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ ഗിരീഷിന് ഒരു മെസ്സേജ് അയച്ചത്, ഈ പാലം ഭയങ്കര ഫേമസ് ആകുന്നു. ഇതിപ്പോൾ വേൾഡ് വൈഡ് ഫേമസ് ആയി ഈ പാലം, കേരളത്തിലെ ഏറ്റവും വലിയ പാലം. പിന്നെ ഈ പാലത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പാർട്ടിക്ക് അതീതമായി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു മനസ്സ്, സി എം നമ്മുടെ വാക്ക് പാലിച്ച് CM-ന്റെ ആ ഒരു സുഹൃത്ബന്ധം, അവർ മനസ്സിൽ നാടിനോടുള്ള ആ ഒറ്റ കാര്യമാണ് ഈ പാലം. അത് നമ്മൾ ഈ പാലത്തെ കയറുമ്പോൾ തന്നെ നമ്മൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഓർക്കും. അതാണ് ഈ പാലത്തിന്റെ ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു മുഖ്യമന്ത്രിയുടെ സ്നേഹമാണ് ഈ പാലം. മുഖ്യമന്ത്രി വാക്ക് വലിച്ചൊരു പാലമാണിത്. പിണറായി വിജയന്റെ മനസ്സാണ്. ഇതിന്റെ ഉദ്ഘാടനത്തിനെ ഇവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞറിയാം, ഞങ്ങളുടെയൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓരോ ദൈവങ്ങളുടെ പടമാണ് വെച്ചിരുന്നത്. ഇനിയിപ്പോ അതെല്ലായിടത്തും മാറ്റാന്ന് അവർ പിണറായി വിജയന്റെ പടം. അതെ, ശരിക്കും അല്ല, അങ്ങനെയല്ല, അവര് പറയുന്നതല്ല.
മുഖ്യമന്ത്രിയുടെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ ഒറ്റ വാക്കിൽ ഒറ്റ മനസ്സിൽ യാഥാർത്ഥ്യമായ പാലമാണ്. 12,000 മനുഷ്യരേ ഉള്ളൂ അല്ലേ, 12,000 പേരേ ഉള്ളൂ. 12,000 പേർക്ക് വേണ്ടി 100 കോടി രൂപ മുടക്കി ഒരു പാലം പണിയുക എന്ന് പറഞ്ഞപ്പോൾ 100 കോടിയില്ല, അതിന് മുകളിൽ 110 കോടി. അതെ, എന്നെ തിരുത്ത ഷായിച്ചാണ്, സമ്മതിക്കുന്നില്ല. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം, അതായത് അവസാന മനുഷ്യനിലേക്കും, അതായത് നാടിന്റെ അവസാന മനുഷ്യനിലേക്കും വികസനം എത്തിക്കുക, അതാണ് കാണാൻ കഴിയും. ചേട്ടാ, ഈ പാലമൊക്കെ വന്നതിന് ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റം എന്താ? ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം സ്ഥലത്തിന് വില കൂടി, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇനി ഏത് സമയത്തും വന്നു പോകാനുള്ള സൗകര്യമുണ്ട്. ആ ഒരു സൗകര്യം ഞങ്ങളുടെ ജീവിതം ശരിക്കും പറഞ്ഞ ജെട്ടി അക്കരെ ഇക്കരെ ജെട്ടിയിൽ കിടന്ന് ഞങ്ങളുടെ ജീവിതം തീർന്ന സമയങ്ങളായിരുന്നു. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരു മാറ്റം, വലിയൊരു മാറ്റം. അത് പിണറായി സഖാവിനോട് ഭയങ്കര കടപ്പാട് ഞങ്ങൾക്ക് പെരുമ്പളത്തെ സംബന്ധിച്ച് ഒരു അറിയുകയാണ്. അപ്പോൾ എന്താണ് തോന്നുന്നത് സംസ്ഥാനത്ത് ഉടനീളം തോന്നുന്നത് നമുക്കൊരു ഇടതുപക്ഷത്തിനോട് നല്ലൊരു ട്രെൻഡാണ് ഇപ്പോൾ വന്നേക്കണത്. പിന്നെ പ്രതിപക്ഷക്കാരിങ്ങനെ നുണയന്മാരാണല്ലോ, വായെടുത്ത നുണയെ പറയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഏറ്റവും കൂടുതൽ ഗുണം പെരുമ്പളത്തുകാരെന്ന് പറയുന്ന ഈ പാലം ഞങ്ങളുടെ ജീവിത മാർഗ്ഗമാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ തലമുറക്കാണ് ഏറ്റവും ഗുണം. അത് അടുത്ത തലമുറയ്ക്കുള്ള പാലമാണ്. അടുത്ത തലമുറക്കുള്ള പാലം. കാലത്തോളം പിണറായി വിജയൻ എന്ന മനുഷ്യൻ ഓർക്കും ഒരു കാരണവശാലും ഓർക്കാതിരിക്കില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ പാലത്തെ കുറിച്ച് ജീവിതത്തിൽ ഉണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് 5 കേന്ദ്രമന്ത്രിമാർ ആലപ്പുഴ ജില്ലയിൽ നിന്ന് പോയതാണ്. പിന്നെ UPA ഗവൺമെന്റിന്റെ കാലത്ത് അയ്യാറല്ല ഭാഗമാണ്. അങ്ങനെ 5 കേന്ദ്രമന്ത്രിമാർ ഇവിടുന്ന് പോയിട്ട് ഇന്നുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത ഒരു ഇതാണ് ഞങ്ങൾ പെരുമ്പളത്തുകാർ. അത്രക്ക് ചേർത്തല മണ്ഡലത്തിന്റെ ആയിരുന്നു ഈ 5 മന്ത്രിമാരുണ്ടായിരുന്നു ആലപ്പുഴ ജില്ലയിൽ നിന്ന്. പക്ഷേ ഒരാൾ പോലും ഇങ്ങനെ ഒരു കാര്യം ചെയ്തില്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ മുഖ്യമന്ത്രി എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വികസനം എന്ന് പറയുന്നതേ വലിയ കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടാകും അതിൻ്റെ കൂടെ, പക്ഷേ അതൊരു അവസാന മനുഷ്യനിലേക്ക് ബന്ധിപ്പിക്കണം. എന്നാലാണ് ഇപ്പം ആ ചേട്ടൻ പറയുമ്പോൾ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഒന്ന് ഓർത്ത് നോക്കൂ, അവരുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ഉണ്ടെന്ന്. ഈ അക്കരെ ഇക്കരെ നീന്തിക്കയറി അല്ലെങ്കിൽ ബോട്ടിൽ പോയൊരു കാലത്തിൽ നിന്ന് മനുഷ്യന് സ്വസ്ഥമായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റുക എന്ന് പറയുന്നത്. മറ്റേത് പുറത്ത് പോയി കഴിഞ്ഞാൽ ബസ്സിന് രാത്രി വന്നു കഴിഞ്ഞാൽ ഈ നേരത്തെ കേൾക്കുന്നുണ്ടായിരുന്നു, പണ്ട് ഉദ്ഘാടന സമയത്ത് പറഞ്ഞൊരു കഥയാണ്. അതായത് ഈ യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കല്യാണങ്ങൾ പോലും മുടങ്ങിപ്പോയിട്ടുണ്ടോ? പിന്നെ ഒരുപാട് കല്യാണങ്ങൾ മുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ പെണ്ണ് കാണാൻ വരുന്ന അവർ നേരെ ബോട്ട് ജെട്ടിയിൽ വരിക. ബോട്ട് ജെട്ടിയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സമയത്താണ് അവർ വരുന്നത്. 10:30 ബോട്ടുണ്ടെന്ന് പറഞ്ഞാൽ മിക്കവാറും ആ ബോട്ട് കേടായിരിക്കും. അപ്പോൾ 10:30 കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ 12 മണിക്കായിരിക്കും അടുത്ത ബോട്ട് വരണം. അപ്പോൾ ആ ജെട്ടിയിലിരുന്ന് നരകിച്ച് കല്യാണം വേണ്ടെന്ന് പറഞ്ഞു പോയിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ ചില കാലവർഷക്കാലത്തൊക്കെ ബോട്ടിൽ കയറിയിട്ട് കാറ്റും മഴയൊക്കെ വരുമ്പോൾ, ഞങ്ങൾ പെരുമ്പളം ദ്വീപുകാർക്ക് അത് പരിചിതമാണ്, ഈ കാറ്റും മഴയത്തൊക്കെ ബോട്ടിൽ യാത്ര ചെയ്യുന്നത് പേടിച്ചു തോന്നുന്നു. പക്ഷേ പുറത്തുനിന്ന് തന്നെ അവർ പേടിച്ചു പോകും. തൻ്റെ മകളെ എങ്ങനെ ഇങ്ങോട്ട് കൊടുക്കും, ഈ വെള്ളത്തിൻ്റെ നടുവിൽ ജീവിതം തുലയ്ക്കുകയാണോ എന്നുള്ള അതെ അവരുടെ ഒരു ആശങ്ക അത് വലുതായിരുന്നു. അത് മൂലം മുടങ്ങിപ്പോയിട്ടുള്ള കല്യാണം മാത്രമല്ല, എത്രയോ കുട്ടികളുടെ പ്രണയം പോലും, വലിയ ഭയങ്കരമായ പ്രണയം പോലും ഇങ്ങോട്ട് വരാണ്ടിരുന്നത്. അതെ, ഷായിച്ചേനൊക്കെ ഇവിടെ നോക്കേണ്ടതായിരുന്നു. ഇവിടെ അത് വലിയ ഒരു സ്ട്രഗിൾ ചെയ്ത് ജീവിച്ച മനുഷ്യരാണ്. എനിക്കൊരു 56 വയസ്സ്. എൻ്റെ ചെറുപ്പകാലത്ത് ഈ ബോട്ടും ഒന്നുമില്ല, വള്ളത്തിൽ മാത്രം യാത്ര. ഇവിടെ ഒരു കടുത്തുണ്ടായിരുന്നു, ഇവിടെ ഒരു കടുത്തുണ്ടായിരുന്നു. ഈ ആശുപത്രി മുതൽ വടക്കോട്ടുള്ള ആളുകൾ ഈ കടുത്തിറങ്ങിയാണ് നേരത്തെ കാലങ്ങളിലൊക്കെ ഇവിടെ ഒരുപാട് വള്ളങ്ങളുണ്ടായിരുന്നു. ആ വള്ളത്തിൽ ആളുകൾ കൊണ്ടുപോകും. ഇതിനിടയിൽ വള്ളത്തിൽ പ്രസവിച്ച കേസുണ്ട്, വള്ളത്തിൽ മരിച്ചുപോയ കേസുണ്ട്. അതിനുശേഷം പിന്നെ ഇവിടെ ബോട്ട് സർവീസ് ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ പെരുമ്പളത്തം ഒന്നുകൂടി മെച്ചപ്പെട്ടു. രാത്രി കാലങ്ങളിൽ ബോട്ട് നമുക്കിവിടെ ആംബുലൻസായി സർവീസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിമിതിയുണ്ട്. അതെ, പിന്നീട് കഴിഞ്ഞ ഒന്നാം ഇത് വെച്ച് തന്നെ ആരിഫിൻ്റെ അഭ്യർത്ഥനയെ തുടർന്ന് നമുക്ക് ഒരു ആംബുലൻസ് ബോട്ട് അനുവദിച്ചു. അത് നമുക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. പക്ഷേ പാണാവള്ളിയിൽ നിന്ന് വിവിധ അപ്പുറത്തുള്ള ജെട്ടിയിലൊക്കെ ആണെങ്കിൽ എത്തണമെങ്കിൽ ഒരു 40-50 മിനിറ്റ്.
ഭാഗ്യം കൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ട മനുഷ്യരാണ്. മരണപ്പെട്ടു പോയവർ ഒരുപാട് പേരുണ്ട്. യഥാസമയം ചികിത്സ കിട്ടാതെ അതിൻ്റെ വേദനയോടുകൂടി ജീവിക്കുന്ന അവരുടെ മക്കളും അനന്തരാവകാശികളും ഒക്കെ ധാരാളം പേര് പെരുമ്പളത്തുണ്ട്. ഇന്ന് ആ സങ്കടങ്ങളുടെ ഒക്കെ മുകളിലേക്കാണല്ലേ, ഇത് സന്തോഷം. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഈ പാലത്തിലേക്ക് ഇപ്പോഴും പെരുമ്പളത്തുകാരൊരു കൗതുകത്തോടു കൂടി വൈകുന്നേരം വന്നാൽ നിങ്ങൾക്ക് അറിയാം. അത് പെരുമ്പളത്തിന് പുറത്തുനിന്ന് വരുന്ന ഇഷ്ടം പോലെ ആളുകൾ ഇപ്പൊ ഞായറാഴ്ച വൈകുന്നേരം, അല്ലാതെ തന്നെ പെരുമ്പളത്തെ ആളുകൾ ഒരു പുതിയ കാഴ്ച കാണുന്ന പ്രതീതിയിൽ ഇപ്പൊ ഞങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ പോലും ഇതിനകത്തേക്ക് കയറുമ്പോൾ നമുക്കൊരു രോമാഞ്ചം ഉണ്ടാകും. കണ്ടുകൊണ്ട് കൊതി തീർന്നിട്ടില്ല. ഇത് കൊതി തീരണ ഒരു പാലമേ അല്ല. അത് കാരണം ഈ ജീവന്റെ വിലയുള്ള പാലം എന്ന് പറയുന്നത് അത് കറക്റ്റാണ്. കാരണം ഈ ജങ്കാറിൽ കിട്ടാൻ വേണ്ടി ഈ ഞങ്ങളൊക്കെ ആ ജങ്കാറിന്റെ ടൈം നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ സർക്കാർ നിശ്ചയിച്ച ആ വേഗതയിലൊന്നും ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ജങ്കാറ് കിട്ടിയില്ലെങ്കിൽ അവസാനത്തെ 8:45 ജങ്കാറ് കിട്ടിയില്ലെങ്കിൽ കുടുങ്ങി. അപ്പോൾ 8:45 ജങ്കാറ് കിട്ടാൻ എറണാകുളത്ത് നിന്ന് 8 മണിക്കൊക്കെ ഇറങ്ങുന്ന ആ ഒരു എല്ലാ നിയന്ത്രണവും ഭേദിച്ചാണ് ജീവൻ പണയം വെച്ചാണ് ഓടിച്ചു വന്ന് ഇതിനകത്ത് കയറുന്നത്. അപ്പോൾ അതാണ് ജീവന്റെ വിലയുള്ള പാലം എന്ന് പറയുന്നത്. തലമുറകളുടെ പാലം. ഇനിയിപ്പോ ഏത് സമയം ഇപ്പൊ കേട്ടോ ആ ആൾക്കാരൊക്കെ പോകുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. കാരണം അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരത്തെ ജങ്കാറ് അവരുടെ ഇഷ്ടത്തിന് പോവാം. ജങ്കാറ് കടവിൽ വലിയ ക്യൂ ആണ്. അവരൊരു 1/2 കിലോമീറ്റർ നീളമുള്ള ക്യൂ ആയിട്ട് 7, 8, 9 മണികളുടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ഓഫീസിൽ പോകുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഈ യൂബർ വരുന്നത് ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ നോക്കിയപ്പോൾ 2 യൂബർ വന്നു. അപ്പോൾ ഈ പാലം യാഥാർത്ഥ്യമാക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് എന്താ പറയുക? മുഖ്യമന്ത്രിയുടെ ഏറ്റവും ജനപക്ഷ നിലപാടാണ്. അതിനകത്ത് ഒരു തർക്കവുമില്ല. കാരണം ഇവിടെ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല. ചേർത്തല മണ്ഡലമായിരുന്ന കാലത്ത് ഈ പെരുമ്പളത്തെ പ്രതിനിധീകരിച്ച് ഒരു പ്രാവശ്യം പ്രതിപക്ഷ നേതാവായി, പിന്നീട് ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവായതിനു ശേഷം കേന്ദ്രമന്ത്രിയായി. കേന്ദ്രത്തിലെ രണ്ടാം മന്ത്രിയായിട്ട്, രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാം മന്ത്രിയായിട്ട് ആ കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന NR ബാബുരാജ് അദ്ദേഹത്തിന് പ്രതിരോധ വകുപ്പ് മന്ത്രിയാണല്ലോ. പെരുമ്പളം ദ്വീപിന്റെ ദയനീയ സ്ഥിതി അറിയാമല്ലോ. അതുകൊണ്ട് ഇതോ ഒരു പാലം ഞങ്ങൾക്ക് നിർമ്മിച്ചു തന്നാൽ ഇതൊരു പക്ഷേ ഞങ്ങളുടെ ഒരു ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു അവസാനത്തെ സമയമാണെന്ന് പോലും വളരെ കൃത്യമായ ഭാഷയിൽ പുള്ളിയൊരു കത്തെഴുതിയിട്ട് ഒരു പ്രതികരണവും അക്കാര്യത്തിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ വാക്ക് പറഞ്ഞു, അത് പാലിച്ചു. അത് പിണറായി വിജയൻ കൃത്യമായി ഇടപെട്ടു ഇക്കാര്യത്തിൽ. ആ കാലഘട്ടത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് 100 കോടി വെച്ച് പാലം പണിയണ നേരത്ത് കുട്ടനാട് 100 പാലം പണിയാം, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പണിയാം, ഇങ്ങോട്ടൊരു പാലം പണിയുണ്ടാകുന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിണറായി വിജയൻ്റെ കർശനമായ ഒരു നിർദ്ദേശം ജി സുധാകരൻ ഒരു സംശയമില്ല, ഈ പാലത്തിന് ഒരു ആദ്യകാലങ്ങളിൽ പിന്നെ ഡിപ്പാർട്ട്മെന്റ് എന്ന നിലയിൽ എടുക്കേണ്ട നിലപാട് മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് ഒരു കാര്യമില്ല. ഇവിടെ പെരുമ്പളത്തുനിന്ന് അടക്കം ജനപ്രതിനിധികളും പാർട്ടി നേതാക്കളും ഒക്കെ പോയി കണ്ട് കാല് പിടിച്ചിട്ടാണ് അവസാനം ഇത് ഈ റൂട്ടിലേക്ക് വന്നത്. അവസാനം ഒരു ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാലം യാഥാർത്ഥ്യമാവുന്നത്. നോക്കൂ, ആ പാലത്തിന്റെ പുറകിലുള്ള കഠിനാധ്വാനം, അവരനുഭവിച്ച വേദനകൾ അല്ലേ. ഒരുപാട് മനുഷ്യർ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചു പോയ സ്ഥലമാണ്. പാലത്തെക്കുറിച്ച് പറഞ്ഞാലും നിങ്ങൾക്ക് തീരില്ല എന്ന് എനിക്കറിയാം, നാട്ടുകാർക്കും തീരില്ല. കാരണം ഈ പാലം കണ്ടും കേട്ടും അവരിങ്ങനെ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിത്രങ്ങൾ ഒരുപാടുള്ളതല്ലേ, തീരുന്നുണ്ട്. ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂല കാര്യം ജങ്കാറ് കയറാനായിട്ട്. പക്ഷെ അതൊക്കെ മാറി. ഇപ്പം ഞാൻ അത് പറഞ്ഞില്ല, ഞങ്ങളിൽ ആവശ്യമല്ല. അല്ല ഇപ്പം ഉമ്മൻചേട്ടൻ മേടിച്ച് ഞങ്ങൾ ഇവിടെ നിൽക്കില്ല. കാര്യം എന്ന് വെച്ചാൽ ടാറ്റ പറഞ്ഞിട്ട് ജങ്കാറെ കയറി വോട്ട് പോകും. കാര്യം എന്ന് വെച്ചാൽ അതാണ് ഇപ്പോൾ നമ്മൾ ഫ്രീ ആണ്. കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കർഷകർ ഒരു കുറച്ച് ആളുകൾക്ക് മുമ്പ് നമ്മൾ ഇതുപോലെ ഒരു മോർണിംഗ് ഷോ ആയിട്ട് ഇവിടെ വന്നാലുണ്ടല്ലോ, ആളെ കിട്ടില്ല, കാരണം വോട്ട് പോകും. ഇപ്പൊ പ്രശ്നം എന്താ പറന്നു പോവാ. ഇനിയിപ്പോൾ സമയമോ ആ സാറേ ഞങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് ഇത്ര മണിക്ക് കറക്റ്റ് എത്തിക്കോളാൻ പറയും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് 2 മണിക്കൂർ വേസ്റ്റാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വപ്നമാണ്. കാര്യം എന്ന് വെച്ചാൽ കാണാം, നമ്മൾ സ്വപ്നം കണ്ടാൽ നടക്കാത്തൊരു സംഭവം. നിങ്ങളുടെ ഒരു ദിവസം മിനിമം ഒരു 2 മണിക്കൂർ വെറുതെ പോകത്തില്ലായിരുന്നു. എല്ലാ 2 മണിക്കൂർ ഒന്നും പറയാൻ പറ്റിയൊന്നുമില്ല. ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ അന്നേരം ഇപ്പം യന്ത്ര സാധനങ്ങളിൽ എന്തെങ്കിലും കേട് സംഭവിച്ച് ഇടുങ്ങിയില്ല, അവിടെ കിടക്കണം. അപ്പോൾ ഒരു മനുഷ്യന്റെ എത്രയോ സമയം അങ്ങനെ ഇത്രയും ഈ 15,000 വരുന്ന ആൾക്കാരുടെ എത്ര സമയം. അല്ല സാർ, വേറെ ഒരു കാര്യമുണ്ട്. ഞാനൊക്കെ ഈ ബോട്ട് കെട്ടിൽ ഒരുപാട് പ്രാവശ്യങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരു സാധനം അങ്ങനെ ഇരുന്ന്
വിഷമിച്ചൊന്നും ബാത്റൂമിൽ പോകാനും പറ്റിയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ അത്രക്ക് ബുദ്ധിമുട്ട്. ഞങ്ങൾക്ക് ഇപ്പൊ പറന്ന് കിടക്കാം. കാര്യം അതെ, ചിറക് മുളച്ച് ഞങ്ങൾക്ക് ചിറകില്ലായിരുന്നു. ഞങ്ങൾക്ക് പറന്ന് കിടക്കാം, എവിടെ വേണേലും പോവാം, എങ്ങനെ വേണേലും പോവാം. അപ്പച്ചൻ നമ്മളോട് പോകുന്നത് അങ്ങോട്ടൊന്ന് തിരിച്ച് ആ ക്യാമറയിലോട്ട് നോക്കിക്കേ. അപ്പച്ചനൊക്കെ ഈ പാലത്തിന്റെ പാലത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ഈ പാലം വരുന്നതിന് മുന്നല്ലേ? അതെ, എങ്ങനെയാ അന്ന് ബോട്ടൊക്കെ വള്ളമൊക്കെ പിടിച്ച് കഷ്ടപ്പെട്ട് പോണായിരുന്നു? കഷ്ടപ്പെട്ട് പോകണമായിരുന്നു. വള്ളത്തിലെല്ലാം യാത്ര അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഈ ബോട്ട് വന്നതിന് ശേഷമാണ് നമുക്കൊരു ഈ അപകടം ഒഴിവായത്. ഇപ്പൊ പാലമൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായോ? പാലം കാണാൻ സന്തോഷമായെന്ന ഇത് പിന്നെ ഈ ഒരു പാലം കാരണം നമുക്ക് മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ കഴിയുന്ന ഒരു തരത്തിലായിട്ടുണ്ട്. സ്കൂളിലൊക്കെ ചെറുപ്പത്തിൽ പോയപ്പോ എങ്ങനെയായിരുന്നു? അത് നടന്നു പോകലാണ്. അല്ലെ അക്കരെ ഇവിടെ തന്നെയാണ് ഈ പറഞ്ഞ വള്ളം പിടിച്ചു വെള്ളം പിടിച്ചു പോകും. അതൊരു കഷ്ടപ്പാടായിരുന്നു. അന്നൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നോ നമ്മുടെ ഈ കായലിന് കുറുകെ ഒരു പാലം വരുമോ? അന്നൊന്നും നമ്മൾ ഇതൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല. അപ്പൊ സത്യത്തിൽ ഇത് വന്നപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. ഉദ്ഘാടനത്തിന് വന്നിരുന്നില്ലേ? വന്നിരുന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കേട്ടായിരുന്നോ? കേട്ട്. അപ്പൊ എന്താ മനസ്സിലപ്പോ അങ്ങനെ തോന്നിയത് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ത് കാര്യവും മുഖ്യമന്ത്രി വാക്ക് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അപ്പാടെ നടപ്പാക്കിയിട്ടുണ്ട്. പറയുന്നത് ചെയ്യും, അല്ലാതെ ചെയ്യാത്തത് പറയില്ല. അപ്പം സത്യസന്ധമായിട്ട് ഒരു ദൃഢനിശ്ചയത്തോടു കൂടി നീങ്ങുന്ന മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ തരത്തിലും മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് വളരെയേറെ കടപ്പാട് സ്നേഹമുണ്ട്. അതെ അതെ അതെ. ഇതൊരു ചരിത്രമാണ് മനു. കാര്യം എത്ര കാലം കഴിഞ്ഞാലും അന്നത്തെ പിള്ളേർ പറയും ഇത് പണ്ടൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അന്ന് അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി. അതാണ് അതുപോലെ ചരിത്രം. അതാണ് 86 വയസ്സ്. എത്ര തലമുറ കണ്ട ഒരാളാണല്ലേ? അപ്പൊ അന്നൊന്നും പാലമില്ല, മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയില്ല, ബോട്ടിന്റെയും വള്ളത്തിന്റെയും സമയത്തിന് പോകണം. ഇന്ന് ഈ പാലത്തിലൂടെ ഇങ്ങനെ പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പച്ചൻ പറയുന്നതിൻ്റെ ആ ഒരു സ്നേഹവും ആ ഒരു ഇഷ്ടവും ഒക്കെ വാക്കുകൾ കൊണ്ട് നമുക്കത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഇത് നമ്മൾ പിന്നെ ഞങ്ങൾക്ക് മാത്രമല്ല, ഇപ്പം അക്കരെ ഇക്കരെ ഉള്ളവർക്ക് മാത്രമല്ല, കേരളത്തിൽ മൊത്തത്തിലുള്ള ആളുകൾക്ക് വരാം. ഇപ്പം അവിടെ അക്കരയിൽ കൂടുതൽ കച്ചവട സ്ഥലങ്ങളൊക്കെ തുറന്നല്ലേ? തുറന്നു ഒരുപാട് വന്നപ്പോൾ അപ്പോൾ ഒരു വരുമാനമായി തുടങ്ങി. കുറേ ആളുകൾക്ക്. ജോലി എന്തായിരുന്നു? എനിക്ക് കൂലിപ്പണിയായിരുന്നു. അതിപ്പോ ഒന്നും ചെയ്യാൻ മേല. അതിന്റെ പ്രായമല്ല, അസുഖമുണ്ട്. 2-3 തരത്തിലുള്ള പെൻഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ സർക്കാരിന്റെ ഭാഗത്ത് നമുക്ക് സന്തോഷമാണോന്ന് ചോദിച്ചാൽ സന്തോഷമാണ്. അപ്പൊ അതിൽ നമുക്ക് ഒരു തെറ്റും പറയാനില്ല. നമുക്ക് ഗിരീഷിനെ കൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി നമ്മളോട് ഒരു സെക്കൻഡ്. അദ്ദേഹം ഗിരീഷ് നമ്മുടെ ഇതിന്റെ എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവാണ് ഈ പാലത്തിന്റെ. പഞ്ചായത്തിനെ ലോട്ടറി അടിച്ച അവസ്ഥയാണല്ലോ. അതെ തീർച്ചയായിട്ടും. പാലം പിന്നെ തീർച്ചയായിട്ടും ടൂറിസമാണ് നമ്മുടെ ലക്ഷ്യം. ടൂറിസത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ സ്ത്രീ സൗഹൃദ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷൻ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ പാലം വന്നതിന് ശേഷം ഒരു ഏകദേശ കണക്കെടുത്തിട്ടുണ്ട്, എത്രത്തോളം പേര് ഒരു ദിവസം വരുന്നുണ്ട്? അയ്യോ, അങ്ങനെ കണക്കെടുക്കാൻ കഴിയുന്ന ഒരു രീതിയിലുള്ള ആളല്ല വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലേക്ക് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ഭയങ്കര ജനമാണ് ഇവിടെ. നേരിട്ട് കണ്ടു. രാത്രി ഞങ്ങൾ വൈകി വന്നപ്പോൾ വാഹനങ്ങൾ ഓടാൻ കഴിയാത്ത വിധത്തിലുള്ള തിരക്കുകളാണ്. അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ടാറിങ് നടക്കുന്നതുകൊണ്ടാണ് പെൻഡിങ്. റോഡിൽ വരയിടുന്ന പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ KSRTC ഇത് പണി തീരുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു. അതെ അതെ വേറെ ആരുണ്ട്? പോലീസ് സ്റ്റേഷൻ കൂടെ വരേണ്ടി വരും. പോലീസ് സ്റ്റേഷൻ ഇപ്പൊ പോലീസ് അത്യാവശ്യം പെട്രോളിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ. അല്ല, ഇന്നലെ കേട്ട രസകരമായ ഒരു കമന്റ് ഉണ്ടായിരുന്നു രാത്രി വന്നപ്പോഴേ. അതായത് പണ്ടൊരു 9 മണി 9:30 കഴിഞ്ഞാൽ പിന്നെ ശാന്തമാണ്. പക്ഷേ ഇപ്പൊ രാത്രി 2 മണിക്കും ദീപികയുടെ വണ്ടി ഓടുന്നുണ്ട്, ഹോൺ അടിക്കുന്ന പ്രശ്നങ്ങൾ. അതൊന്നും നേരത്തെ അന്യമായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഉറക്കം ആൾക്കാരുടെയൊക്കെ വണ്ടിയുടെ ഹോണടിയൊക്കെ ആയിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അതെ സന്തോഷമാണ്. തീർച്ചയായിട്ടും എല്ലാ റോഡരികളുള്ള വീട്ടുകാർ ഇപ്പോൾ ട്രാഫിക് പോലീസിന്റെ ജോലിയാണ് ചെയ്യുന്നത്. ഈ വണ്ടി ഒതുക്കി സൈഡ് പറഞ്ഞ് വിടാൻ വേണ്ടിയിട്ട് ആസ്വദിക്കുകയാണ്. സത്യമായിട്ടും ബ്ലോക്ക് ആസ്വദിക്കുകയാണ്. അതെ, ട്രാഫിക് ബ്ലോക്ക് ആസ്വദിക്കുന്ന ഒരേ ഒരു നാടകം ഉണ്ടാവുള്ളൂ കേട്ടോ. അതിപ്പോ പെരുമ്പളമാണ്. കാരണം ഇന്നലെ ആരാ പറഞ്ഞത്? ഗിരീഷേട്ടാണോ പറഞ്ഞത്? മറ്റേ പണ്ട് റോഡിന് വീതി കൂട്ടാൻ തുടങ്ങിയപ്പോൾ ഇതൊക്കെ മതി, ഇതിൽ കൂടുതൽ എന്ത് വേണമെന്ന് ചോദിച്ച ആൾക്കാർ ഇപ്പൊ പറയുന്നു ഈ വീതി പോരാ. അതെ ഇപ്പോൾ
ശരിക്കും പറഞ്ഞാൽ ഈ പാലത്തിൻ്റെ വീതിയെങ്കിലും അതെ അതെ റോഡിന് വേണം. എത്ര കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള റോഡ്? റോഡ് നമുക്ക് 6.5 കിലോമീറ്റർ നീളവും 2 കിലോമീറ്റർ വീതിയാണ് ഉള്ളത് ഇപ്പം നിലവിലുള്ള റോഡുകൾ. ഇവിടുത്തെ എന്താ പേരെന്താ? സബിൻ സബിൻ. എങ്ങനെയുണ്ട് സബിൻ നിങ്ങളുടെ പാലം? നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു ചരിത്രം ഏറ്റെടുത്തേക്കാണ്. നിങ്ങളുടെ ലൈഫേ മാറി. മാറി അല്ല, സബിനൊരു കാര്യമുണ്ട്. സബിൻ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നതാണ്. കൃത്യസമയത്ത് ചെല്ലണം. ഞാൻ ഒരുപാട് ഇപ്പോൾ മധുരയിലായിരുന്നു ആദ്യം. മധുര വർക്ക് ചെയ്യുമ്പോൾ ഒരു 2 ദിവസത്തേക്ക് ലീവിന് വരും. അത് രാത്രി 11 ആകുമ്പോൾ അക്കരെ വരും, പൂത്തോട്ട വരും, അല്ല പാണാവളി വരും, അവിടെ കിടന്നുറങ്ങും. അതിലൊരു 10 മണിക്കൂർ അങ്ങനെ പോയി. 2 ദിവസം വീട്ടിൽ വരുന്നത്, ഒരു ദിവസം വീട്ടിൽ കിടക്കാം. ലീവ് ഒരു ദിവസം നമ്മൾ പോയി. നമ്മള് ഭാര്യ, അച്ഛനമ്മ, മക്കളെല്ലാവരും അതായിരുന്നു. നമ്മൾ തമാശ പറയുന്നതാണ്. നിങ്ങളൊന്ന് കേട്ട് നോക്കും. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഈ മനുഷ്യൻ അനുഭവിച്ച വിഷമം പറയുകയാണ്. ഇന്നിപ്പോൾ ഞാൻ സൈക്കിളിനെ പോയിട്ട് തന്നെ അത്യാവശ്യം ഫിറ്റ്നസ് ഒക്കെ നോക്കണം. ഞങ്ങൾ പൊതുവെ അങ്ങനെയാണ്. ഞങ്ങളുടെ ഗ്രാമത്തിലെ യുവാക്കളൊക്കെ അങ്ങനെയാണ്. നമ്മൾ വേറെ പ്രശ്നമൊന്നുമില്ല. സിനിമ കാണലോ, ഒരു സെക്കൻഡ് ഷോയ്ക്ക് പോകല്, ചായ കുടിക്കൽ, ബാറിൽ പോകൽ, അങ്ങനെയുള്ളൊരു അവസ്ഥ ഞങ്ങൾക്കില്ല. ഇവരൊക്കെ ബോട്ട് കയറി പോകണം, ടൈം കഴിഞ്ഞാൽ നടക്കില്ല. ഞങ്ങളെന്താണെന്ന് വെച്ചാൽ ഇവിടെ കളി, PSC പഠനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ സൈക്കിൾ ചവിട്ട്, നടത്തം. വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ വണ്ടി വെച്ച് അല്ല സൈക്കിളിൽ വരും, പാലത്തിൽ ഓടും, നടക്കും, അങ്ങനെ എൻജോയ് ചെയ്യുവാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ സെറ്റാണ്. ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരുള്ള ഒരു സ്ഥലമായത് ആണല്ലേ? അല്ല, അത് പുള്ളി പറഞ്ഞ ആണല്ലേ? 100 പോലീസ്, അതാ 100 പോലീസുകാർ മാത്രം ദീപിന്റെ സർവീസിലുണ്ട്. അല്ല, പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ആളുകൾക്ക് പുറത്തു പോകാൻ കഴിയില്ല, വേറെ നിവൃത്തികളില്ല. അപ്പൊ എന്ത് ചെയ്യും? പിന്നെ സമയം കളയാൻ വേണ്ടി ഇരുന്ന് പഠിക്കുമായിരിക്കും. ആരോഗ്യത്തിൽ ഞങ്ങൾ ഇനിയിപ്പോ അതിലൊരു മാറ്റം വരുമായിരിക്കും ചിലപ്പോൾ യുവാക്കളിലെ. അവസരങ്ങൾ വരുമ്പോൾ ആ ഒരു രീതിയിലുള്ള സർക്കാർ ജോലി. അതാ, അത് മാത്രമല്ല, ഞങ്ങൾ ഈ പാലം ഒന്നുകൂടി പെരുമ്പളം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത ഒരു പഞ്ചായത്തിൽ പോയി തിരക്കിയ ചിലപ്പോൾ അറിയാൻ പറ്റൂല. ഒരു 20 കിലോമീറ്റർ മാറി ചോദിച്ചാൽ പെരുമ്പളം അറിയാത്തവരുണ്ടായിരുന്നു. ഇന്നിപ്പോ കേരളം അല്ല ഇന്ത്യയിൽ ഒട്ടാകെ ഒരു അറിയാവുന്ന ഒരു സ്ഥലം. അപ്പം രാവിലെ ഷാജിയേട്ടാ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അതെ, പാലത്തേക്ക് നടന്ന കഥയെല്ലാം പറയാനുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും ഇത് പറഞ്ഞു. നമ്മൾ ഇത് പിണറായി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു നിശ്ചയദാർഢ്യത്തിന്റെ ഒരു രൂപമാണ് ഈ കാണുന്നത്. അതിന്റെ ഒരു ഫലമാണ് ഈ കാണുന്നത്. അതിന് നന്ദി എത്ര പറഞ്ഞാലും പറ്റൂല. ഞങ്ങൾ ഈ 10,000 പേർക്ക് 1 ലക്ഷം വീതം കൊടുക്കാവുന്ന ഒരു സർക്കാരായിരുന്നു. 100 കോടി വെച്ചാൽ 14 ലക്ഷം. അത്ര നമുക്ക് ഓരോരുത്തർക്കും കൊടുക്കാം. അതിനാ തന്ന സാധനമാണിത്. അതിന്റെ വില ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ഈ വരുന്ന ഇലക്ഷനിൽ ഞങ്ങളത് കാണിക്കുകയും ചെയ്യും, നന്ദി കാണിക്കുകയും ചെയ്യും. ഇവിടെ ഇടതുപക്ഷ അരൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പൻ ഭൂരിപക്ഷത്തോട് ജയിക്കുകയും ചെയ്യും. അത് അരൂർ മാത്രം ജയിച്ചാൽ മതി, ബാക്കിയുള്ള മൊത്തത്തിൽ കേരളം നമ്മൾ പിടിച്ചിരിക്കുകയാണ്. നമുക്കറിയാലോ. ഇതിപ്പോ നമ്മൾ ഈ അരൂരിൽ നിന്ന് സംസാരിക്കുമ്പോൾ അരൂരിലെ മാത്രം കാര്യങ്ങളാണ്. മനു തുടങ്ങിയത് മണ്ഡലങ്ങൾ നമുക്കറിയാം. 110-ലധികം സീറ്റ് നമ്മൾ പിടിച്ച്. മനു തുടങ്ങിയൊരു കാര്യം പറഞ്ഞു, പാറശാല. അവിടുത്തെ കാര്യം കൂടെ മനുവിന് പറയാമല്ലോ. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ പോലെ തന്നെ ഒറ്റപ്പെട്ടിരുന്നൊരു നാടുണ്ടായിരുന്നു, പാറശാലയ്ക്കപ്പുറം കുമ്പിച്ചിൽക്കടം എന്ന് പറഞ്ഞിട്ട്. അവിടെ പുഴയ്ക്ക് കുറുകെ ഇതുപോലൊരു പാലം വന്നു. ഒരു 1000 മനുഷ്യരേ ഉള്ളൂ, ആദിവാസികളാണ്, ആരും തിരിഞ്ഞു നോക്കാതിരുന്നവരാ. പക്ഷേ ഈ സർക്കാർ വന്നിട്ട് അവിടെ ഒരു പാലം പണിതു, നല്ല രസമുള്ള പാലം. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ഈ പറയുന്ന പോലെ നേരത്തെ ബോട്ട് അപ്പുറേ കടത്തി കിടന്നുറങ്ങിയ ആൾക്കാരൊക്കെ സുഖമായിട്ട് രാത്രിയിലൊക്കെ നടക്കുന്നു. അവർക്ക് ആശുപത്രികളിലൊക്കെ പോകാൻ കഴിയില്ല. നാട് കാണാൻ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങളെ കണ്ടതിൽ നിങ്ങളുടെ ഈ സ്നേഹവും സന്തോഷവും. അപ്പച്ചാ ഞങ്ങൾ പൊക്കോട്ടെ. ഒരുപാട് സന്തോഷം കേട്ടോ. അതെ, അപ്പച്ചന് സന്തോഷം. 86 വയസ്സുണ്ട് അപ്പച്ചന്. അപ്പച്ചന് ജീവിതത്തിൽ ഒരിക്കലും കരുതിയില്ല ഇങ്ങനെ ഒരു പാലം വരുമെന്ന്. അടിപൊളി ഒരു പാലം വന്നു. അപ്പച്ചനോട് പറഞ്ഞത് അത് മുഖ്യമന്ത്രിയുടെ സ്നേഹം, പറഞ്ഞ വാക്ക് മൂപ്പര് തെറ്റിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഉറപ്പിലാണ് ഈ പാലം ദാ ഇങ്ങനെ വന്നിരിക്കുന്നത്. സിന്ദൂരി, അതെ, ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്തെങ്കിലും പറയണോ ഷൈജ? വേണ്ടല്ലോ, വേണ്ട. ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ 1 മണിക്കൂർ വേണ്ട നമുക്ക് നിൽക്കാൻ പറ്റും. എന്തായാലും മനു, ഷാജഹാൻ ഈ പറഞ്ഞതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകരും നിങ്ങളോടുള്ള സ്നേഹം, സന്തോഷം പങ്കുവെക്കുകയാണ്. ഒരിക്കൽ കൂടി പെരുമ്പളം പാലം ഞങ്ങളിലേക്ക് എത്തിച്ചതിനുള്ള നന്ദിയാണ് പ്രേക്ഷകർ ഓരോരുത്തരും പറയുന്നത്. മാത്രമല്ല മനു, ഒരു പാലവും കൂടി പറയുന്നുണ്ട്, മുപ്പാലം പാലം. ലത പറയുകയാണ് മനു, ആലപ്പുഴയിലെ മുപ്പാലം കാണാൻ മറക്കരുത് എന്ന്. അങ്ങനെ അടുത്ത വോട്ട് പ്രദക്ഷിണത്തിൽ ഡെസ്റ്റിനേഷൻ കൂടി പങ്കുവെക്കുകയാണ് നമ്മുടെ പ്രേക്ഷകർ. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. മനുവും ഷാജഹാനും നമ്മളിലേക്ക് കൊണ്ടുവന്ന ഒരിക്കൽ കൂടി ആ പെരുമ്പളം പാലത്തിന്റെ ഒറ്റൊരു കാര്യം കൂടി. പണ്ട് നമ്മുടെ ഷായി ചേട്ടൻ മുപ്പാലത്തിൽ ഇതുപോലെ തന്നെ ലൈവായിട്ട് വന്നിരുന്നു. നമ്മൾ ഹെലിക്കാമൊക്കെ വെച്ച് വളരെ ഗംഭീരമായിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇന്നലെ ഞാനിങ്ങനെ ഈ പെരുമ്പളം പാലത്തിൽ നിൽക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. മുപ്പാലത്തിനെ കുറിച്ചുള്ള വീഡിയോ ആണേ. ഞാൻ ആ വീഡിയോ എടുത്ത് നോക്കുമ്പോണ്ടല്ലോ
എൻ്റെ ശബ്ദത്തിലാണ് ആ വീഡിയോ പോകുന്നത്. അതായത് ഷായി ചേട്ടൻ അന്ന് ലൈവ് കൊടുത്ത് ഞാനത് പറയുന്നത് നോക്കൂ എത്ര ഭംഗിയാണ് ഈ പാലം കാണാൻ എന്നൊക്കെ പറയുന്നത് എൻ്റെ ശബ്ദത്തിലുള്ള നമ്മുടെ ആ വീഡിയോ എടുത്ത് റീലാക്കി. അത് മില്യൺ കണക്കിന് കാഴ്ചക്കാരാണ് അത് കണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാം, മുപ്പാലത്ത് നമ്മൾ നേരത്തെ വന്നു പോയതാണ്. ഇനിയും ഈ ഭംഗിയുള്ള കാഴ്ചകളുമായി ഞങ്ങൾ തുടരും, ജീവിതം നിറയുന്ന മനോഹര കാഴ്ചകളുമായി.